നമ്മൾ ഇരിക്കുന്ന കാഴ്ച ഗെയിം ഇതൊരു കിടിലൻ ഗെയിം വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഗെയിമിൻ്റെ പേര് ഞാൻ മറന്നു ഗൈസ്. അപ്പം നിങ്ങൾ പല ഗെയിംസ് പല കാറുകളും ബസ്സുകൾ ലോറികൾ ബൈക്കുകളും ഉണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ അടുത്തട്ടം പോളോ വേണോ? ഞാൻ പറയുന്ന കുറച്ച് കാറിൻ്റെ പേര് പറയാം. അതിനകത്ത് ഏത് വണ്ടി കൊണ്ടുവേണോ നിങ്ങൾ പറയാം. പോളോ, മാരുതി, BMW, സുപ്ര അങ്ങനത്തെ കുറച്ച് വണ്ടികളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ജോലി എന്ന് വെച്ചാൽ നമുക്കൊരു മരത്തടിയാണ് നമ്മുടെ ആദ്യത്തെ ജോലി. മരത്തടി എവിടെ നമ്മുടെ സ്ഥലത്ത് കൊണ്ട് എത്തിക്കണം. നമ്മുടെ ബാക്കി സബ്ബൊക്കെ വെച്ചിട്ട് നമ്മൾ കിണ്ണാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമുക്കൊരു മരത്തടി സെറ്റ് ചെയ്യണം. മരത്തടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തടി കൊണ്ട് കൊടുക്കാനാണ് അവർ പറയുന്നത്. അതാണ്ട് എവിടെയാണ് സ്ഥലം കണ്ട് ഇവിടെ കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അജാതി ലുക്കാണ് നമ്മുടെ വണ്ടി പണിഞ്ഞ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും. നമ്മുടെ വണ്ടി അജാതി പണിയാണ് പണിഞ്ഞേക്കുന്നത്. എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞെങ്ങാണ്ട് നമ്മുടെ വണ്ടി എത്ര ദിവസങ്ങൾ എങ്ങാണ്ട് നമ്മുടെ ഗരാജിലും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഈ വണ്ടി കൊണ്ടുപോയതും പണിഞ്ഞതും കഴിച്ചു. അപ്പം നമുക്ക് തടി വേണോ ഗുഡ്സ് വേണോ എന്നാണ് പറഞ്ഞത്. നമുക്ക് സെബ്സ് നമുക്ക് സ്മോൾ മതി കേട്ടോ. ഓക്കെ, നമുക്ക് തടി വേണ്ട. തടിക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതൽ വണ്ടി സ്ക്രാച്ച് ആവും. നമ്മൾ ഫുൾ ലോഡായിട്ട് നമ്മൾ വണ്ടി ഇറക്കുകയാണ്. തടിയൊക്കെ ആണെങ്കിൽ വണ്ടി കമരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ തടി കയറ്റിയില്ല. നമ്മൾ പറഞ്ഞ ലോഡ് തന്നെ എത്തിച്ചിട്ടുണ്ട്. നമുക്കിനി അവർ പറഞ്ഞിടത്ത് തന്നെ നമുക്ക് ലോഡ് എത്തിക്കണം. അതാണ് ഇനി നമ്മുടെ അടുത്ത ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞിടത്ത് തന്നെ നമ്മൾ ലോഡ് എത്തിക്കണം. ഓക്കെ, നമുക്ക് റോഡിലോട്ട് ഇറക്കാം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം അതാണ്, എനിക്ക് എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടത്. വണ്ടി റോഡിലോട്ട് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? സ്ട്രൈറ്റ് ആയിട്ടോ പോകേണ്ടത്. നമ്മളെ സൈലൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഫ്രണ്ടിൻ്റെ ടയറിന് ഇടയ്ക്കുണ്ടോ. ഓക്കെ, അപ്പോൾ 2 ടയർ നമ്മുടെ വണ്ടി തിരിക്കുമായിരുന്നു. വണ്ടി ആദ്യത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു. ആദ്യത്തെ ഞാൻ കാണിക്കാം, അത് എപ്പോഴില്ല. ഈ വണ്ടി ഇനി MVയുടെയൊക്കെ മിക്കവാറും പിടിക്കുമായിരിക്കും. കാരണം അമ്മാതിരി പണിയാണ് ഞാൻ പണിഞ്ഞേക്കുന്നത് ഗൈസ്. അപ്പോൾ എൻ്റെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് അടുത്തോട്ട് ഏത് വണ്ടി കൊണ്ടുവരണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ വണ്ടി ഉറപ്പായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വണ്ടി നല്ല സുഖമായിട്ട് നമുക്ക് ഓട്ടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സാധനം ഉള്ളതുകൊണ്ട് വണ്ടിക്ക് ഇച്ചിരി വലിയ കുറവാട്ടോ. നമ്മളെ സാധനം ഇല്ല പിന്നെ വണ്ടിക്ക് വലിവും കൂടെ കുറവാണ്. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഈ സമയം എത്തുമായിരിക്കും എത്താൻ. കുഴപ്പമില്ല, സ്പീഡ് വെച്ച് കയറുന്നുണ്ട്. നമ്മളെ വണ്ടി 120 കയറുമായിരുന്നു. പക്ഷേ ഇപ്പം ലോഡും അതൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടിക്ക് ഇപ്പോൾ വലിയ വലിവും സ്പീഡൊന്നും കാണാനില്ല. അവിടെ നമ്മൾ പോകുന്ന വഴിച്ച് നല്ല വലിയ വളവും അതൊക്കെ ആയതുകൊണ്ട് നമുക്ക് അതാണ് ഞാൻ തടി എടുക്കാഞ്ഞത്. ഏത് സാധനമായാലും എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലെങ്കിൽ ഈ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് മറിക്കാനൊന്നും വയ്യ. ഇന്നങ്ങോട്ട് ഇറക്കിയ വണ്ടിയേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ ജോലി കിട്ടി. അത് നല്ലപോലെ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ അവിടെ കച്ചി ഐറ്റംസ് എടുത്തത്. നമ്മുടെ വണ്ടിക്കകത്ത് പീക്കാച്ചുവിൻ്റെ അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ എംബ്ലം അതൊക്കെ നമ്മുടെ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഒക്കെ സൈഡിലല്ല, നമ്മുടെ വണ്ടിയുടെ ഗെയിമിൻ്റെ എംബ്ലമൊക്കെ നമ്മളവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ കണ്ട പീക്കാച്ചുവിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട്, എക്സിൻ്റെ മേളിൽ. ഇനി നമ്മൾ കുറച്ചങ്ങോട്ട് സൂക്ഷിക്കണം. കാരണം അമ്മാതിരി കട്ടറാളാണ് ഇനി വരുന്നത്. ഇവിടെ ഒന്നും സൂക്ഷിക്കണം. ഇവിടെ പാർത്തില്ല. പറഞ്ഞില്ല 120 കയറും. 113 ഫുൾ സ്പീഡിൽ പോകണ്ട. അവിടെ സ്ഥലം എത്താറായിരുന്നില്ല. ഇനി കുറേ വളം തിരുവാതില്ല. മൂന്നാർ കയറി പോകത്തില്ല, നമ്മളെ ചുരം കയറി പോകത്തില്ലേ, അതേപോലത്തെ വൈബായിരിക്കും ഇനി. ഇതായിരിക്കും നല്ല വൈബാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ വണ്ടിയൊക്കെ സുഖമായിട്ട് നമ്മളെ ഈ ചെറിയ ചുരമൊക്കെ കയറുന്നുണ്ട്. മിക്കവാറും വലിവില്ലാതെ വലിയ ഏറ്റത്തെ കണം കിടന്നു കഴിഞ്ഞാൽ പോയി. വണ്ടി കയറുന്നില്ലെന്ന് തോന്നുന്നു. സ്പീഡ് ഇപ്പം 53 പെയ്യച്ചേ കയറുന്നുള്ളൂ. സൗണ്ട് കേട്ടെ ഗൈസ്. നമ്മളെ വണ്ടിയുടെ സൗണ്ട് ഇതാട്ടോ. നമ്മൾ എയർ ഹോൺ കയറ്റിയതായിരുന്നു.
ഇല്ല ടൂറിസ്റ്റിൻ്റെ കയറുകയാണ്. അത് വൃത്തികേടായതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ ബോണറ്റിൽ നിന്ന് അത് ഇരിക്കത്തുമില്ല, തെളിലേക്ക് അതിരിക്കുന്നത്. അതുകൊണ്ട് അതങ്ങ് ഊരി, നമ്മളത് നൈസായിട്ട് അതങ്ങ് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെന്തോ പ്രോബ്ലമൊക്കെ പറ്റിയോണ്ടാണ് നമ്മളത് ഊരി വെച്ചത്. നമ്മുടെ ബോണറ്റ് അത് ഇരിക്കത്തില്ല. വയറൊക്കെ നല്ല കട്ടിങ്ങാനൊക്കെ ഉള്ളായിരുന്നു. നമ്മുടെ ഫ്രണ്ടിലത്തെ വോക്കലിൻ്റെ അവിടെ ചെറിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വോക്കലിൻ്റെ വയറും എല്ലാം കൂടെ പോകാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് നമ്മളതൊന്നും കയറ്റണം. വണ്ടിക്ക് വലിവ് കുറവാണ്. 31 ഉള്ളൂ ഈ വണ്ടിയിൽ. അപ്പം ഇച്ചിരി വലിവുണ്ട്. ഏറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ മോനെ ചത്തെന്ന് അർത്ഥം. നമ്മളവിടെ സുഖമായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ഭാഗ്യം. വേറെ വല്ല ഇതേപോലത്തെ ലോറികളും വന്നു കഴിഞ്ഞാൽ മിട്ട് പൊട്ടിച്ചാവും. നിങ്ങൾ ആടും വാഴയൊക്കെ കണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ. വാഴ 2ഉം ആട് 3ഉം ഞാൻ കണ്ടില്ല, കാണണം. ഈ ഗെയിം നിങ്ങൾക്ക് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ വഴിയൊക്കെ കിട്ടും കേട്ടോ. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഞാൻ അയച്ചു തന്നോളാം. സബ്സ്ക്രൈബ് എന്നല്ല, ലിങ്ക് തന്നാൽ മതി. ലിങ്ക് എന്ന് കമൻ്റ് ഒന്നും വേണ്ട. ഞാൻ പണ്ടത് പറഞ്ഞു, നിങ്ങൾ കമൻറ്റ് പറഞ്ഞാൽ മതി. സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് നിങ്ങൾ നേരെ കമൻറ്റ് തന്നിട്ട് എനിക്ക് ഇതിൻ്റെ ലിങ്ക് തരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് തരാം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ലിങ്ക് തരില്ല കേട്ടോ. അതൊന്നാമത്തെ കാര്യം. 2 ചുരം ഇപ്പോൾ കയറി വന്നു കേട്ടോ. ഇനി എത്രയോ ചുരം കിടക്കുന്നു മേളിയായിട്ട്. ഫോൺ അടിച്ചൊക്കെ നമുക്ക് പോവാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പോലീസുകാരൊക്കെ ഉണ്ടെങ്കിലേ നിർത്താൻ പറയത്തില്ല. നല്ല ഗുഡ്സൊക്കെയാണെന്ന് വിചാരിച്ച് അവരങ്ങ് വിട്ടേക്കും. വണ്ടി കയറുന്നില്ല. ടഫ് വണ്ടി കയറുന്നില്ല. കച്ചിയായിട്ട് വണ്ടി കയറുന്നില്ല. തടിയും കൊണ്ട് വന്നെങ്കിലുള്ള അവസ്ഥയോ. ബ്രേക്ക് ഇട്ടേക്കാം. തട്ടിയില്ലെന്ന് തോന്നുന്നു. വണ്ടി കയറുമെന്ന് തോന്നുന്നില്ല. ഇന്നിവിടെ വെച്ച് നിർത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. അങ്ങനെ ആക്സിഡൻറ്റ് കൊടുത്തങ്ങ് പോയാൽ മതി. കയറി. അതിന് വണ്ടിക്ക് വലിവ് കുറവാട്ടോ. നമ്മൾ ഈ കച്ചിക്ക് നല്ല വെയിറ്റൊക്കെ ഉണ്ട്. തടിയേക്കാളും വെയിറ്റ് കുറവാണെങ്കിലും എന്നാലും കച്ചിക്ക് അത്യാവശ്യം വെയിറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത വട്ടം ഏത് ലോഡാണ് കയറേണ്ടതെന്ന് പറയാം. കച്ചി വേണോ, തടി വേണോ, അതോ പ്ലാസ്റ്റിക് വെള്ളം കൊണ്ടുപോകണോ? അതൊക്കെ നിങ്ങൾ വെള്ളം കൊണ്ടുവന്ന വണ്ടിയോ ഏത് വേണമെന്ന് പറയാം. നിങ്ങൾക്ക് നമ്മൾ നേരത്തെ കളിയിലായിരുന്നല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളം അകത്ത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന മുട്ടയൊക്കെ ആയിട്ട് മുട്ട പോലത്തെ കൊണ്ടുവന്നത് അത് വേണോ, അതോ തടി വേണോ, അതോ വേണമെങ്കിൽ ഇതേപോലത്തെ വേണോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഈ ഗെയിം എടുത്തിട്ട് ഇതുവരെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ഞാൻ മെനക്കെട്ടായതുകൊണ്ട് ഞാൻ വന്നില്ല. ഇതിന് മെനക്കേടല്ലേ ഈ ഗെയിമൊക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കളിക്കാത്തത്. ഇത് നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ലോറിയാണ്. ഭാരത് ബെൻസിൻ്റെ നല്ല സ്ലിം ആയിട്ടുള്ള വണ്ടി. സൂപ്പർ വണ്ടിയാണ്, ഒന്നും പറയില്ല. കിണ്ണ വണ്ടിയാണ്. പിന്നെ ഡബിൾ ഇൻഡിക്കേറ്ററൊക്കെ കിണ്ണമാണ്. ബാക്കിൽ നാൾ കുറച്ച് സംഭവങ്ങൾ കയറ്റിയായിരുന്നു, അതുകൊണ്ട് മാത്രം നല്ലതാണെന്ന് തോന്നുന്നു. വണ്ടിയുടെ ആകത്തലൊക്കെ നിങ്ങൾ കാണുമായിരുന്നു. ഈ ഡോറൊന്നും ഇല്ലായിരുന്നു.
ഡോറൊക്കെ തുരുമ്പടിച്ച് പോയേക്കുമായിരുന്നു ഇന്ന്. നിങ്ങൾ ഈ വണ്ടിയുടെ ആദ്യത്തെ ഞാൻ പിന്നെ വീഡിയോ കാണിക്കും. ഇപ്പോൾ കാണിക്കുന്ന സമയമില്ലാത്തതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. ഈ വണ്ടി ആദ്യം കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണറ്റില്ലായിരുന്നു. ബോണത്തിന് പകരം തുരുമ്പടിച്ചിരിക്കുമായിരുന്നു. ഓക്കലുണ്ടായിരുന്നു, 2 3 ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കലിനകത്തെ ഗ്രില്ലൊക്കെ ഓക്കലിന് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, വയറൊക്കെ, അതൊക്കെ ദ്രവിച്ചു പോയി. പിന്നെ നമ്മുടെ ഡോറിൻ്റെ മേളത്തെ അതൊക്കെ ദ്രവിച്ച്, പിന്നെ നമ്മുടെ എൻജിൻ്റെ വയറൊക്കെ ദ്രവിച്ച്, ഗിയർ ഊരിയെടുത്തപ്പോൾ അടി മൊത്തം സ്മെല്ലൊക്കെ ആയിരുന്നു. എന്തോ ഗ്രീസൊക്കെ ആയിരുന്നു, കുറേ നാളിരുന്ന് ഒട്ടിയില്ല ചത്ത പോലെ, എലി ചത്തിരിക്കത്തില്ല, അതിൻ്റെ സ്മെല്ലൊക്കെ ആയിരുന്നു. പിന്നെ വണ്ടിയുടെ ബാക്ക് മുകളിൽ തുറന്ന് ഇളക്കി കളഞ്ഞപ്പോഴത്തേന് ഏതോ പാമ്പൊക്കെ ആയിരുന്നു. കൊള്ളത്തിലായിരുന്നു വണ്ടി. അങ്ങനെ ആ കണ്ടീഷനിൽ ഇരുന്ന വണ്ടി ഇപ്പോൾ ഈ കണ്ടീഷനിൽ എത്തി. വണ്ടിക്ക് ഒരു പണി വയ്ക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ AC-യുടെ കുറേ സാധനങ്ങളൊക്കെ കയറ്റിയാണ്. വണ്ടിക്ക് അതിനൊന്നും കയറ്റാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ഇത്രയും കയറ്റിയത് വേറെ നിങ്ങളിവിടെ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ഇവിടെ വെച്ച് നിർത്തിയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. മൊത്തം കണ്ടിട്ട് വെച്ചൊരു പാളായുള്ള കാര്യമായതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഇവിടോട്ട് നിർത്തി നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ വണ്ടി ഞാൻ ലൈറ്റ് ഇട്ടൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ വണ്ടി ലൈറ്റ് ഇടുമ്പോൾ ഒരു ലുക്കുണ്ട് മോനെ. ഇതാണ് ആ ലുക്ക്. വണ്ടി ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമ്മാതിരി ലുക്കായി വണ്ടി പണിഞ്ഞ് വെച്ചേക്കുന്നത്. ഈ വണ്ടി പണിഞ്ഞ് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അമ്മാതിരി ലുക്കായി നമ്മൾ പറഞ്ഞത് പണിഞ്ഞ് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അഥവാ ഇപ്പം നമ്മുടെ സ്റ്റിക്കർ ലൈറ്റ്, നോട്ടി ലെസർ അതെല്ലാം നമ്മൾ വെച്ചിട്ടുണ്ട്. സൈഡിൽ മൊത്തം നമ്മൾ ട്യൂബ് ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തോട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ ചേർക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. ഇനി ആസിഫ് ഗെയിംസിലേക്ക് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.